ബിസിനസ് തുടങ്ങിയപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോൾ പേടിയായിട്ട് മാറിയോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ പല പല ചോദ്യങ്ങളാണ്. ഇന്ന് സെയിൽസ് നടക്കുമോ? സപ്ലയറിന് എങ്ങനെ പണം കൊടുക്കും? ഈ സ്റ്റോക്കൊക്കെ ഞാൻ എങ്ങനെ വിറ്റഴിക്കും? EMI എങ്ങനെ അടയ്ക്കും? ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കണ്ടേ, ഞാൻ എങ്ങനെ കൊടുക്കും? ഈ ബിസിനസ് തുടങ്ങിയത് തന്നെ തെറ്റായി പോയോ എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടേയിരിക്കും, ശരിയല്ലേ? നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യുക. ജസ്റ്റ് റിലാക്സ്. ഓക്കെ, ഒന്ന് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, സീരിയസ്ലി. ഓക്കെ, ഇത് പുതിയതായി ബിസിനസ് തുടങ്ങുന്ന ഒട്ടുമിക്ക സംരംഭകരും കടന്നു പോകുന്ന ഒരു വഴിയാണ്. ഇതിന് നമ്മൾ പറയുന്നത് ബ്രീത്തിങ് പ്രോബ്ലംസ് എന്നാണ് പറയുക. ബിസിനസ് ടേംസിൽ നമ്മൾ പറയുന്നത് തന്നെയാണ്. ഇതുവരെ നിങ്ങൾ നടത്തിയിട്ടുള്ളത് ഒരു എക്സ്പെൻസീവ് എക്സ്പെരിമെന്റ് ആയിരിക്കാം. പക്ഷേ ആ എക്സ്പെരിമെന്റിൽ നിന്ന് പഠിച്ച് ശരിയായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ബിസിനസിനെ വീണ്ടും ശരിയായ രീതിയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇന്ന് ഞാൻ വെറുതെ ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ നിങ്ങൾ തുടങ്ങാൻ കഴിയുന്ന ഒരു പ്രാക്ടിക്കൽ ബിസിനസ് റീസെറ്റ് പ്ലാൻ ആണ് തരുന്നത്. ഓക്കെ, കുറച്ച് ദിവസം മുമ്പ് ഒരു ബിസിനസ് ഓണർ എന്നോട് സംസാരിക്കുകയായിരുന്നു. അവർ ബിസിനസ് തുടങ്ങി, പണം ഇൻവെസ്റ്റ് ചെയ്തു, പ്രോഡക്ട്സ് വാങ്ങി. പക്ഷെ ഇപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: ക്വാളിറ്റി പ്രോഡക്ട്സ് എവിടെ നിന്ന് സോഴ്സ് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവർ കുറ്റം പറഞ്ഞ കാര്യമില്ല കേട്ടോ. കോമ്പറ്റീറ്റീവ് പ്രൈസ് തരുന്ന സപ്ലയർ ആരാണ് എന്നറിയുന്നില്ല. എങ്ങനെയാണ് ഈ ആളുകളെല്ലാം മാനേജ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. എന്റെ ഫീൽഡിൽ വിജയിച്ചവർ ആരൊക്കെയാണ് എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അവർ എന്ത് സെയിൽസ് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത് എന്നുള്ളതും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അറിയുന്നില്ല. ഇനി സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല കല്യാൺജി എന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് ആ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. പലരും ബിസിനസ് തുടങ്ങുന്നത് എന്തുകൊണ്ടിട്ടാ? സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിജയിച്ച ഒരാളെ കാണുന്നു, അയാളുടെ വീഡിയോ വരുന്നുണ്ടാവും, നല്ല ഓഫീസ്, പുതിയ കാറ്, വിദേശ യാത്രകൾ, ഒക്കെ ഫാമിലിയുമായ ഒരു ഔട്ടിങ്, പിന്നെ ഫ്രീഡം. അയാൾ പറഞ്ഞ ഫ്രീഡം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. എനിക്കിങ്ങനെ പൈസ വന്ന് കുമിയുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ കരുതും, ഇയാൾക്ക് പറ്റിയെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന്. പക്ഷേ നമ്മൾ കാണുന്നത് ഇതുപോലെ വിജയിച്ച ആളുകളുടെ വീഡിയോസ് ആണ്. പരാജയപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ വീഡിയോസ്, അവർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ള വീഡിയോസ് നമ്മുടെ മുന്നിലേക്ക് അധികം ഒന്നും വരാറില്ല, ശരിയല്ലേ? ഈ ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. പക്ഷേ അയാൾക്ക് മാർക്കറ്റ് പഠിക്കാനെടുത്ത സമയം, ഈ വിജയിച്ച ആൾ മാർക്കറ്റ് പഠിക്കാനെടുത്ത സമയം, അത് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. അയാൾ ഇതേപോലെ അറിയാതെ റോങ് പ്രോഡക്ട്സ് ഇറക്കി പണം നഷ്ടപ്പെടുത്തി നമ്മൾ അറിയുന്നില്ല. കസ്റ്റമേഴ്സിന് പിന്നാലെ ഓർഡറിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും നടന്ന് ചെരുപ്പ് തേഞ്ഞത് നമ്മൾ കാണുന്നില്ല. സപ്ലയർ ചതിച്ച അനുഭവങ്ങൾ പോലും ഒരുപാട് അതും നമ്മൾ കാണുന്നില്ല. പക്ഷേ അതൊക്കെ കണ്ടിട്ട് ബിസിനസ് തുടങ്ങാൻ നമ്മൾ ശരിക്കും കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എല്ലാം 100 വട്ടം ആലോചിച്ചിട്ട് നമ്മൾ തുടങ്ങുമായിരിക്കും. പക്ഷെ ഒരു ബിസിനസ് ഓണറായി മാറാൻ നമ്മൾ അത്ര പെട്ടെന്ന് തയ്യാറാകുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ടിട്ടുണ്ടാവണം. അത് വിട്ടേക്കാം, ആ ഒരു ചാപ്റ്റർ നമുക്ക് മറന്നേക്കാം. നമ്മുടെ തെറ്റെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സിനിമയ്ക്കും വെക്കേഷനും മടിച്ചു പൊളിക്കാനും പൈസ ചെലവാക്കാൻ തയ്യാറാവും. പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യമാണ് പറയുന്നത്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കാൻ, അടിപൊളി ചെലവാക്കാൻ റെഡിയാണ്. പക്ഷെ ബിസിനസ് പഠനത്തിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുക എന്ന് വെച്ചാൽ തുച്ഛമായ പണം പോലും ചെലവഴിക്കാൻ തയ്യാറാവില്ല. ഇങ്ങനെയുള്ള ആളുകളെയാണ്, ഇങ്ങനെയുള്ളവരെയാണ് ഞാൻ ആക്സിഡന്റൽ ഓൺടർപ്രണേഴ്സ് വിളിക്കുന്നത്. ആക്സിഡന്റൽ ഓൺടർപ്രണേഴ്സ്, വഴിതെറ്റി വന്ന ഓൺടർപ്രണേഴ്സ്. പക്ഷേ അവർക്ക് കഴിവില്ലാണ്ടൊന്നുമല്ല കേട്ടോ, ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല. കഴിവില്ലാണ്ടല്ല, ബിസിനസ് നടത്താൻ പറ്റാതെയുമല്ല. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്താൻ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലും കണ്ടെത്തിയ കൊണ്ടാണല്ലോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബിസിനസ് നടത്താൻ വേണ്ടി ഇൻഫർമേഷൻ, സ്കിൽസ്, സിസ്റ്റംസ്, ഇവയൊന്നും ശരിക്കും കിട്ടിയിട്ടില്ല. അതാണ് യഥാർത്ഥ പ്രോബ്ലം. ഇനി നമുക്ക് സ്വയം കുറ്റപ്പെടുത്തുന്നെല്ലാം നിർത്തിയിട്ട്, എനിക്ക് ബിസിനസ് പറ്റില്ല, എന്റെ സമയം ശരിയില്ല, ആളുകളെല്ലാം എന്നെ ചതിക്കുന്നു എന്നുള്ള ചിന്തകളെല്ലാം നമുക്ക് മാറ്റിവെക്കാം. ഇതെല്ലാം വരും, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ വേണ്ടത് കൂടുതൽ ധൈര്യമൊന്നുമല്ല കേട്ടോ. വേണ്ട എന്താണ്? നല്ല ക്ലാരിറ്റിയാണ് വേണ്ടത്. ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവന്നേ തീരും. അതിന് ഞാൻ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് 15-5-5-1 ബിസിനസ് റീസെറ്റ് പ്ലാൻ. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ഒരു പേപ്പറും പേനയും, കഴിയുമെങ്കിൽ ഒരു ഡയറിയും പേനയും എടുക്കുക. ഓക്കെ, എന്നിട്ട് ഒന്ന് പോസ് ചെയ്യുക, ഈ വീഡിയോ പോസ് ചെയ്യുക, ഒരു ഡയറിയും പേനയും എടുക്കുക. എന്നിട്ട് ഇതൊന്ന് നോട്ട് ചെയ്യുക. ഈ 15-5-5-1
ബിസിനസ് റിസർച്ച് പ്ലാൻ. അതായത് 15 പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, 5 പോസിബിൾ സപ്ലയേഴ്സ്, 5 സക്സസ്ഫുൾ കോമ്പറ്റീറ്റേഴ്സ്, 1 ഫോക്കസ്ഡ് സെയിൽസ് ചാനൽ. ഇത് ഓരോന്നായിട്ട് നമുക്കിനി വിശദമായിട്ട് നോക്കാം. ആദ്യം 15 പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. പുതിയ ബിസിനസ് ഓണർ ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? ആദ്യം പ്രോഡക്റ്റ് വാങ്ങിക്കും, എന്നിട്ട് കസ്റ്റമേഴ്സിനെ അന്വേഷിക്കും. ശരിക്കും ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ്, ശരിയല്ലേ? പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് കസ്റ്റമറെ നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ടാകണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ കസ്റ്റമർ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ? നമുക്ക് ശരിക്കും കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടതല്ല. സപ്ലയർ പറയുന്ന ഫാസ്റ്റ് മൂവിങ് ഐറ്റം നിങ്ങളുടെ മാർക്കറ്റിൽ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കണം എന്നില്ല. കാരണം ഡെമോഗ്രാഫിക് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഓരോരുത്തർ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് സപ്ലയർ പറയുന്ന ഫാസ്റ്റ് മൂവിങ് ഐറ്റം വെച്ചിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ സ്ഥലത്ത് സെല്ലാകണമെന്നില്ല. അതുകൊണ്ട് കുറഞ്ഞത് ഒരു 15 പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനോടെങ്കിലും സംസാരിക്കാം. അവരോട് ചോദിക്കുക, നിങ്ങൾ ഇപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, എവിടെ നിന്നാണ് വാങ്ങുന്നത്, അതിൽ നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്, പ്രൈസ് ആണോ കൂടുതൽ ഇമ്പോർട്ടന്റ്, അല്ല ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുമല്ല ഡെലിവറി സ്പീഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോഴുള്ള പ്രോഡക്റ്റ് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് വേണ്ടത്? പക്ഷേ ഞാൻ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾ വാങ്ങുമോ എന്ന് ചോദിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ പരിചയം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാ നോ എന്ന് പറയുക എന്ന് കരുതിയിട്ട് ആള് നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് അവർ പറയും, ഓ ഞാൻ എന്തായാലും വാങ്ങിക്കിട്ടോ, നിങ്ങൾ കൊണ്ടുവരും എന്ന് പറയും. പക്ഷെ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കില്ല, വാങ്ങിക്കില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് വേണ്ടത് ഒപ്പീനിയൻ അല്ല, അവരുടെ പ്രസന്റ് ബൈയിങ് ബിഹേവിയർ ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ശരിയല്ലേ? ആ പ്രസന്റ് ബൈയിങ് ബിഹേവിയർ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ നമുക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ ഇൻഫർമേഷൻ ഓക്കെ നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് വഴി ചോദിക്കാം, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി പ്രൊഫഷണൽ ആണെങ്കിൽ ഗൂഗിൾ ഫോം തയ്യാറാക്കി കളക്ട് ചെയ്യാം. നിങ്ങളെപ്പോലുള്ള ബിസിനസ് ചെയ്തിട്ട് ഗൂഗിൾ റിവ്യൂസ് വായിക്കുന്നത് വളരെ നല്ല ഐഡിയാസ് ആണ്. ഓക്കെ, ഗൂഗിൾ റിവ്യൂസ് വായിക്കാന്നുള്ളൂ. പക്ഷേ ഗൂഗിൾ റിവ്യൂ വായിക്കുമ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന അല്ല വായിക്കേണ്ടത്. 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ എഴുതിയിട്ട് എന്താ പറയാ, കണ്ടമാനത്തെറി എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അവരുടെ ഗൂഗിൾ റിവ്യൂസിൽ. ഓക്കെ, പല കസ്റ്റമേഴ്സും അതെന്താണ് എന്നുള്ളതാണ് നിങ്ങൾ വായിക്കേണ്ടത്. കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും പറയുന്ന കംപ്ലൈൻറ്റ്സ് എന്തൊക്കെയാണ്? ഡെലിവറി ലേറ്റ് ആണ് അവർ പറയുന്ന പ്രശ്നം, അല്ല ക്വാളിറ്റിയുടെ പ്രശ്നമാണോ പറയുന്നത്, ശരിക്കും റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുള്ളതാണോ, അല്ല പാക്കേജ് മോശമാണ് എന്നുള്ളതാണോ, ആഫ്റ്റർ സെയിൽ സർവീസ് തീരെ ശരിയില്ല എന്നാണോ? ഓരോ റിപ്പീറ്റഡ് കംപ്ലൈന്റിലും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതായത് അവരെ കൊണ്ട് നൽകാൻ കഴിയാത്തത് നിങ്ങൾക്ക് നൽകാൻ കഴിയാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ മാർക്കറ്റ് റിസർച്ച് വലിയ കമ്പനികൾ മാത്രം ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അധികം പൈസ ചെലവില്ലാതെ തന്നെ ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. 15 കസ്റ്റമേഴ്സിനോട് ശരിയായ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ആക്ച്വലി മാർക്കറ്റ് റിസർച്ച് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് 5 സപ്ലയേഴ്സ്. ഒരു സപ്ലയറിന്റെ നമ്പർ കിട്ടിയാൽ നമ്മൾ ചെയ്യുന്ന, ഇപ്പൊ ആരോ പറഞ്ഞു ആ നല്ല സപ്ലയർ ആണെന്ന് പറഞ്ഞു, ആ സപ്ലയറുടെ നമ്പർ അവർ തരുകയും ചെയ്തു. ആ സപ്ലയറുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും, ഓർഡർ കൊടുക്കും. ആ തെറ്റ് ഒരിക്കലും ചെയ്യാതിരിക്കുക. കുറഞ്ഞത് ഒരു 5 പോസിബിൾ സപ്ലയേഴ്സിനെങ്കിലും കണ്ടെത്തുക. ഗൂഗിൾ പ്രോഡക്റ്റ് നെയിമിന്റെ കൂടെ മാനുഫാക്ചറർ, ഹോൾസെയിൽ സപ്ലയർ അല്ലെങ്കിൽ പ്രൈവറ്റ് ലെവൽ മാനുഫാക്ചറർ എന്നൊക്കെ സെർച്ച് ചെയ്യാം. ഓക്കെ, ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ പോലുള്ള B2B പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് ഇതേ സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഗൂഗിൾ മാപ്പിൽ മാനുഫാക്ചറിംഗ് ലൊക്കേഷൻ സെർച്ച് ചെയ്യാം. അത് നല്ലൊരു ഐഡിയ ആണ്. ഗൂഗിൾ മാപ്പിൽ പോയിട്ട് മാനുഫാക്ചറിംഗ് ലൊക്കേഷൻ സെർച്ച് ചെയ്യാം. അതുമല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ മാനുഫാക്ചറേഴ്സിനെയും കമ്പനി ഓണേഴ്സിനെയും കണ്ടെത്താം. ട്രേഡ് എക്സിബിഷൻ ലിസ്റ്റ് അറിയില്ലേ, ഈ എല്ലാ ട്രേഡ് എക്സിബിറ്ററിന്റെ ലിസ്റ്റ് ഒരു ബുക്കിലുണ്ട്, ബുക്കിലിട്ട്. അത് സംഗതി വെറുതെ അല്ല. ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് തമാശ കളിയല്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത്രയും വലിയൊരു ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയോ നിങ്ങളെ കൊണ്ട് കഴിയാത്തോ അല്ല. ഇങ്ങനെ വളരെ ചെറിയ പക്ഷേ കുറച്ച് സമയം ചെലവഴിച്ച് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ്. ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ മെമ്പർ ഡയറക്ടർ ഉണ്ടെങ്കിൽ അത് നോക്കാം. സപ്ലയറെ കണ്ടെത്തിയ ശേഷം എല്ലാവർക്കും ഒരേ റിക്വയർമെന്റ് അയച്ചു കൊടുക്കണം. അതായത് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ എന്താണ്, എന്ത് മെറ്റീരിയൽ ആണ് വേണ്ടത്, എന്ത് സൈസാണ് വേണ്ടത്, എന്ത് ക്വാണ്ടിറ്റി ആണ് വേണ്ടത്, പാക്കിംഗ് എങ്ങനെയായിരിക്കണം, ഡെലിവറി ലൊക്കേഷൻ എവിടെയാണ്, പേയ്മെന്റ് ടേംസ് എന്താണ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു RFQ, അതായത് റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ തയ്യാറാക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് പ്രൊഫഷണൽ RFQ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുണ്ടായെന്നുണ്ടെങ്കിൽ, അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉണ്ടല്ലോ ChatGPT കൊണ്ടുണ്ടല്ലോ, ChatGPTയോട് നിങ്ങൾ വോയിസിലൂടെ തന്നെ മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി, ഇംഗ്ലീഷിൽ പറയാം, തമിഴിൽ പറയാം, എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT നിങ്ങൾക്ക് നല്ല സാധാരണ രീതിയിൽ ഭാഷയിൽ തന്നെ നല്ലൊരു ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് എന്തുണ്ടാക്കി തരും, ഈ RFQ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഓക്കെ,
ഇത് കിട്ടി, ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന 5 കൊട്ടേഷൻസ് നിങ്ങൾ കമ്പയർ ചെയ്യണം. പ്രൈസ് മാത്രമല്ല നോക്കേണ്ടത്, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്, ട്രാൻസ്പോർട്ട് ചാർജസ് എത്രയാണ്, ഡെലിവറി ടൈം അത് എത്രയാണ്, ക്രെഡിറ്റ് ലഭിക്കുമോ, ഡാമേജിന് റീപ്ലേസ്മെന്റ് ഉണ്ടോ, റിജക്റ്റഡ് പ്രോഡക്ട്സ് തിരിച്ചെടുക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും അവർ നമുക്ക് പണി തരുന്ന അവിടെയാണ്. റിജക്റ്റഡ് പ്രോഡക്ട്സ് അവർ തിരിച്ചെടുക്കില്ല. ഓക്കെ, അപ്പോൾ റിജക്റ്റഡ് പ്രോഡക്ട്സ് തിരിച്ചെടുക്കുമോ, കംപ്ലൈന്റ് വന്നാൽ റെസ്പോൺസ് എങ്ങനെയാണ്, അവർ എത്ര കാലമായിട്ട് ബിസിനസ്സിലുണ്ട്, ഓക്കെ, ഇതെല്ലാം നോക്കിയേ പറ്റൂ. ഒരു പ്രോഡക്റ്റിന്റെ ബൈയിങ് പ്രൈസ് ചിലപ്പോൾ കുറവായിരിക്കാം, പക്ഷേ ഡാമേജ്, റിട്ടേൺസ്, കംപ്ലൈൻറ്റ്സ്, ഡിലേ ഡെലിവറി ഇതെല്ലാം കൂടിയാൽ അവസാനം അതായിരിക്കും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ചിലതിന്റെ വെബ്സൈറ്റിൽ അടിപൊളിയായിരിക്കും, കാറ്റലോഗ് ആണെങ്കിലോ പറയാനില്ല, പക്ക പ്രൊഫഷണൽ കാറ്റലോഗ്. സെയിൽസ് പേഴ്സൺ സംസാരിക്കുന്നത് തേന്, ചക്കര, പാല എന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് സപ്ലയറിനെ വിശ്വസിക്കാൻ പറ്റില്ല. സാമ്പിൾ ചോദിക്കുക, പോസിബിൾ ആണെങ്കിൽ വീഡിയോ കോൾ വഴി അവരുടെ യൂണിറ്റ് കാണുക. ഇപ്പൊ ഉദാഹരണം, നമ്മളൊന്നുമില്ല, ഒരു വീട് കിട്ടുമ്പോൾ പോലും നമ്മൾ എന്താ ചെയ്യുക, ഞങ്ങൾ പോലും ചെയ്യുക, ഒരു ഇന്റീരിയർ ഡിസൈനറുടെ അവരുടെ ഫാക്ടറി ഞങ്ങൾ പോയി സന്ദർശിച്ചിട്ടാണ് തീരുമാനമെടുത്തത്. കാരണം നമുക്ക് ഇവർ പറയുന്നതല്ല, നമുക്ക് നേരിട്ട് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതേമാതിരി ബിസിനസ് ഡീറ്റെയിൽ വെരിഫൈ ചെയ്യുക. ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അത് ചോദിച്ച് വാങ്ങിക്കുക. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ റെഫറൻസ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഞാൻ ആകെ ചെറിയ പ്രോഡക്റ്റ്, കുറച്ച് ക്വാണ്ടിറ്റി ആണ് ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്നത്, ഇതിനെല്ലാം ചോദിച്ചാൽ തരുമോ എന്ന് നിങ്ങൾ അവിടെയാണ് നിങ്ങളുടെ വാക്ചാതുര്യം ഉപയോഗിച്ച് അവരോട് പറയേണ്ടത്. ഇതിപ്പോ എന്റെ ഒരു സാമ്പിളിംഗ് ആണ്, എന്റെ ഇൻവെസ്റ്റ്മെന്റ് വളരെ വലുതാണ് ആകാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആരാണോ എനിക്ക് തരുന്നത് അവരെയാണ് ഞാൻ എന്റെ ബിസിനസ്സിൽ ഈ ലോങ് ഗ്രോത്തിൽ എന്റെ കൂടെ കൂട്ടുക എന്ന് വ്യക്തമായി തന്നെ പറയുക. ഓക്കെ, എല്ലാം സാറ്റിസ്ഫാക്ടറി ആണെങ്കിലും ഉടനെ വലിയ ഓർഡർ കൊടുക്കാതിരിക്കുക. ആദ്യം ചെറിയ പൈലറ്റ് ഓർഡർ കൊടുക്കുക, കുറച്ച് കസ്റ്റമേഴ്സിന് സെൽ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. റിപ്പീറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലായതിനു ശേഷം മാത്രം വലിയ സ്റ്റോക്ക് എടുക്കുക. ഡിസ്കൗണ്ട് കിട്ടുന്നു എന്ന കാരണത്താൽ പലരും ചെയ്യുന്ന കാര്യമാണ്, ആ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടല്ലോ നമ്മൾ ബൾക്കായിട്ട് അങ്ങോട്ട് എടുത്തേക്കും. പക്ഷെ ഇവിടെ സ്ഥലം നിറഞ്ഞെടുക്കുന്നല്ല, സാധനം പോലും വിൽക്കാതെ കിടക്കുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഒരിക്കലും ഒരു അസറ്റ് അല്ല. ഓക്കെ, അക്കൗണ്ട്സ് പാരലുള്ള നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അസറ്റ് എന്ന് വർക്കിംഗ് പ്രോഗ്രസ്സിൽ അസറ്റ് ആയിട്ടാണ്. പക്ഷെ വിൽക്കാതെ കിടക്കുന്ന സ്റ്റോക്ക് നമ്മളുടെ പെട്ടിയിലെ പൈസ വീഴുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ബാക്കിയുള്ള വളർച്ചയ്ക്കുള്ള കംപ്ലീറ്റ് എന്താ പറയുക പൈസയും അത് ഡ്രെയിൻ ചെയ്യാണ്. നിങ്ങൾ ക്യാഷ് കാർട്ടിന്റെ ഉള്ളിൽ ലോക്കായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഇനി 5 സക്സസ്ഫുൾ കോമ്പറ്റീറ്റർ. എന്റെ ബിസിനസ്സിൽ, എന്റെ ഫീൽഡിൽ വിജയിച്ചവർ എന്താണ് പറയുന്നത് എങ്ങനെ അറിയും? ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു കേൾക്കുക. വേണമെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തോളൂ, പോസ് ചെയ്തോളൂ, ബ്രേക്ക് എടുത്തോളൂ, ഒരു ഡീപ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തിട്ട് ഒരു വെള്ളമെല്ലാം കുടിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ അവസാനം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു ലെങ്തി വീഡിയോ ആണെന്നറിയാം, പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടേ തീരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നിങ്ങളുടെ ഫീൽഡിൽ വിജയിച്ചവർ എന്താണ് ചെയ്യുന്നത് എന്ന് എങ്ങനെ അറിയും? അതിനവർ നിങ്ങളോട് അവരുടെ സ്ട്രാറ്റജി പറഞ്ഞു തരുവേ, കാത്തിരിക്കേണ്ട ആവശ്യം, അവരാരും പറഞ്ഞു തരികയുമില്ല. ഡിജിറ്റലായി ബേസിക് ആയിട്ടുള്ള കോമ്പറ്റീറ്റർ റിസർച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങളെ പോലെ സെയിം കസ്റ്റമേഴ്സിന് ടാർഗറ്റ് ചെയ്യുന്ന 5 കോമ്പറ്റീറ്റേഴ്സിനെ തിരഞ്ഞെടുക്കുക. ഓക്കെ, വലിയ വലിയ നാഷണൽ ബ്രാൻഡ്സ് മാത്രം വേണമെന്നില്ല. നിങ്ങളുടെ മാർക്കറ്റിൽ പ്രാക്ടിക്കലായി കോമ്പീറ്റ് ചെയ്യുന്ന ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ ബിസിനസ് കൂടി ഉണ്ടെങ്കിൽ വളരെ സൗകര്യം. ഇനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് മെറ്റ ആഡ് ലൈബ്രറി എന്ന് സെർച്ച് ചെയ്യുക. കൺട്രി ആയി ഇന്ത്യ അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തിലാണോ ബിസിനസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓൾ ആഡ്സ് സെലക്ട് ചെയ്തിട്ട് കോമ്പറ്റീറ്ററിന്റെ ഫേസ്ബുക്ക് പേജ് നെയിം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബ്രാൻഡ് നെയിം സെർച്ച് ചെയ്യുക. അവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആഡ് റൺ ചെയ്യുന്ന ആക്റ്റീവ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ ആക്റ്റീവ് അഡ്വർടൈസ്മെന്റ് അവിടെ കാണാം. അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അടിപൊളിയായിട്ട് ഡിസൈൻ എന്ന് പറയുകയല്ല വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട, അവർ ഏത് പ്രോഡക്റ്റ് ആണ് വീണ്ടും 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 പ്രൊമോട്ട് ചെയ്യുന്നത്, ആ ഹുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം പറയുന്നതിനാണ് ഹുക്ക് എന്ന് പറയുക. അവർ വീഡിയോയുടെ തുടക്കത്തിൽ എന്ത് ഹുക്കാണ് ഉപയോഗിക്കുന്നത്? അവർ ഹൈലൈറ്റ് ചെയ്യുന്ന പ്രൈസ് ആണോ, അല്ല ക്വാളിറ്റി ആണോ, അല്ല കൺവീനിയൻസ് ആണോ, അതുമല്ല ഇതേപോലെ ഡിസ്പാച്ചസിന്റെ സ്പീഡാണോ, ഫ്രീ ഡെലിവറി ആണോ, എന്തൊക്കെ ഓഫർ ആണ് നൽകുന്നത്, ഡിസ്കൗണ്ട് ആണോ, ഇങ്ങനെ എല്ലാം കസ്റ്റമറിന് അതേപോലെ ചെയ്യുന്നത് എങ്ങനെയാണ്. അതിന് നമ്മളതിനെ ഫണൽ എന്ന് പറയും.
അവർ ചെയ്യുന്ന കസ്റ്റമറിനെ വാട്സപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ല ആ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്ന വെബ്സൈറ്റിലേക്കാണോ, അല്ല ഡയറക്റ്റ് കോൾ ചെയ്യാനാണോ പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കണം. ഓരോരുത്തരുടെയും എഴുതിയെടുക്കുക. ഒരു ആഡ് കുറെ നാളായി ആക്റ്റീവ് ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷേ പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളതിന് പ്രൂഫില്ല കേട്ടോ. അതുകൊണ്ട് അഡ്വർടൈസ്മെന്റ് കോപ്പി ചെയ്യരുത്. സ്ട്രാറ്റജിയുടെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ. അടുത്ത ടൂളാണ് സിമിലർ വെബ് എന്ന് പറയുന്നത്. എന്താണ്? SIMILARWEB, സിമിലർ വെബ്. കോമ്പറ്റേറ്റേഴ്സിന് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ സിമിലർ വെബിൽ അവരുടെ വെബ്സൈറ്റ് അഡ്രസ് എൻ്റർ ചെയ്യുക. അവൈലബിൾ ഡാറ്റ അനുസരിച്ച് വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക് എവിടെയാണ് വരുന്നത് എന്നുള്ള ചെറിയ ഐഡിയ എല്ലാം കിട്ടും. അല്ല ഗൂഗിൾ സെർച്ച് വഴിയാണോ, സോഷ്യൽ മീഡിയ വഴിയാണോ, റെഫറൽ വെബ്സൈറ്റ് വഴിയാണോ, അല്ല ഡയറക്റ്റ് ട്രാഫിക് വഴിയാണോ, എല്ലാ ചിലപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ കോമ്പറ്റീറ്ററിന് ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷേ അവർക്ക് ബിസിനസ് വരുന്ന എവിടേക്കും വെബ്സൈറ്റ് ട്രാഫിക് കൂടുതലും ഗൂഗിൾ സെർച്ചിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ ശരിക്കും ബിസിനസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ നിന്നല്ല, ശരിക്കും ഇത് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഗൂഗിൾ സെർച്ചിൽ നിന്നാണ്. അതേമാതിരി ചിലപ്പോൾ SEO അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ആയിരിക്കാം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശ രൂപം കിട്ടുന്നുണ്ടാവും. ഈ ചെറിയ വെബ്സൈറ്റിന് ചില ഫുൾ ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടായി എന്ന് നിങ്ങൾ കരുതരുത്. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഡയറക്ഷൻ ആയിട്ട് കണക്കാക്കിക്കൊണ്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇതേപോലെ ഗൂഗിളിൽ ആഡ് അനലൈസ് ചെയ്യാൻ, കീവേഡ്സ് കണ്ടെത്താനൊക്കെ ടൂളുകളുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ തല പേരിപ്പെടുത്തി നിങ്ങൾ ഇതെല്ലാം അവസാനിപ്പിച്ചു പോകും. അത് അവിടേക്ക് ഞാൻ കിടക്കുന്നില്ല. ഓക്കെ, ഈ 5 കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് ഒരു ഷീറ്റ് തയ്യാറാക്കുക. അവർ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് പ്രൊമോട്ടാണ്, ഏത് പ്രോഡക്റ്റ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ബേസ് ചെയ്തിട്ട് തയ്യാറാക്കുക? അവരുടെ ആഡ് കണ്ടിട്ട് സമയം ചെലവഴിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ സമയം ചെലവഴിക്കണം. അവർ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് പ്രോഡക്റ്റ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എന്ത് പ്രോബ്ലം ആണ് സംസാരിക്കുന്നത്, എന്ത് തരം ഓഫറാണ് നൽകുന്നത്, ഏത് സെയിൽസ് ചാനലാണ് ഉപയോഗിക്കുന്നത്, വാട്സപ്പ് ആണോ, ലിങ്ക്ഡിൻ ആണോ, ഫേസ്ബുക്ക് ആണോ, ഇൻസ്റ്റാഗ്രാം ആണോ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണോ, ഏത് ചാനലാണ് ഉപയോഗിക്കുന്നത്, കസ്റ്റമർ അവരിൽ നിന്ന് വാങ്ങാനുള്ള റീസൺ എന്താണ്, നമുക്ക് എങ്ങനെ ഡിഫറെന്റ് ആവാം, അത് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യാം? അവരുടെ റിവ്യൂ എല്ലാം നോക്കിയാൽ തന്നെ കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ, അതായത് കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുന്നുണ്ടല്ലോ, ജസ്റ്റ് അവരുടെ പോസ്റ്റർ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതല്ല, മാർക്കറ്റിൽ കസ്റ്റമർ എന്തിനാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കലാണ്. ഇനി ഒരു സെയിൽസ് ചാനൽ ബിസിനസ് സ്ട്രഗിൾ ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാമെന്ന് ചെയ്യും, നാളെ ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കും, മറ്റന്നാൾ ഇൻഫ്ലുവൻസറിനെ കോൺടാക്ട് ചെയ്യും, അടുത്ത ആഴ്ച പ്രൈസ് കുറയ്ക്കും, അതിനുശേഷം 2 ആഴ്ച ഒന്നും ഉണ്ടില്ല. ഇത് സ്ട്രാറ്റജി അല്ല, സ്ട്രാറ്റജിയേ അല്ല. ഇതൊരു പാനിക് ആക്ടിവിറ്റിയാണ്. അടുത്ത 30 ദിവസത്തേക്ക് ഒരു കസ്റ്റമർ സെഗ്മെന്റ് തിരഞ്ഞെടുക്കുക, ഒരു മെയിൻ ഓഫർ തീരുമാനിക്കുക, ഒരു പ്രധാന സെയിൽസ് ചാനൽ തിരഞ്ഞെടുക്കുക. സെയിൽസ് ചാനൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് വാട്സപ്പ് ആണോ, ഫേസ്ബുക്ക് ആണോ, ഇൻസ്റ്റാഗ്രാം ആണോ, അല്ലെങ്കിൽ ഗൂഗിൾ ആണോ, എന്താ വെച്ചാൽ സെയിൽസ് ചാനൽ, ലിങ്ക്ഡിൻ ആണോ, സെയിൽസ് ചാനൽ തിരഞ്ഞെടുക്കുക. ലോക്കൽ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ, ഗൂഗിൾ മാപ്സ്, വാട്സ്ആപ്പ് ബിസിനസ് എന്നിവയിൽ ഒന്ന് മെയിൻ ചാനലാക്കാം. B2B കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ് ഔട്ട്റീച്ച്, ലിങ്ക്ഡിൻ, റെഫറൽസ്, ട്രേഡ് ഗ്രൂപ്പ്സ് എന്നിവയിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. കസ്റ്റമർ പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോസ്, കസ്റ്റമർ ടെസ്റ്റിമോണിയൽ, വാട്സ്ആപ്പ് കാറ്റലോഗ് എന്നിവ ഉപയോഗിക്കാം. എല്ലായിടത്തും ഒരേ സമയം മോഡുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കഴിയുന്നത് നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്തു നിന്നും വീഡിയോ ടെസ്റ്റിമോണിയൽ കിട്ടുമോ എന്ന് മാക്സിമം ട്രൈ ചെയ്യുക. അതിനുവേണ്ടി അവർക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുത്താലും നഷ്ടമൊന്നുമില്ല. കാരണം വീഡിയോ ടെസ്റ്റിമോണിയലിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാട്സപ്പിലൂടെയെങ്കിലും അവരോട് മെസ്സേജ് ആയിട്ടെങ്കിലും അയച്ചു തരാൻ പറയാ. അതായാലും മതി. അത് വീഡിയോ കിട്ടിയില്ലെങ്കിൽ ഇതെങ്കിലും ഉപയോഗിക്കുക. ഒരു ചാനൽ കൺസിസ്റ്റന്റ് ആയ ഒരു 30 ദിവസം ടെസ്റ്റ് ചെയ്യുക. ദിവസം 10 പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 3 യൂസ്ഫുൾ കണ്ടന്റ് ഇടാം, അല്ലെങ്കിൽ 4 ഇടാം. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സോട് റെഫറൽസ് ചോദിക്കാം, അതും ഇടാം. എല്ലാ എൻക്വയറീസും ഒരു ഗൂഗിൾ ഷീറ്റിലോ സിമ്പിൾ CRM-ലോ റെക്കോർഡ് ചെയ്യണം. അതിൽ മെയിനായിട്ട് കസ്റ്റമറിന്റെ പേരെന്താണ്, കോൺടാക്ട് ഡേറ്റ് എന്താണ്, അവരുടെ റിക്വയർമെന്റ് എന്താണ്, നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ് എന്താണ്, റിസൾട്ട് എന്താണ്, കൃത്യമായിട്ട് ഇതെല്ലാം എഴുതുക. ഇപ്പോൾ ഇഷ്ടംപോലെ ടൂളുകളുണ്ട് കേട്ടോ. അല്ല നിങ്ങൾ ഡയറിയിൽ എഴുതാൻ ഡയറി ഇങ്ങനെ എഴുതിയേ പറ്റും. കസ്റ്റമർ റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് മുമ്പ് നമ്പേഴ്സ് നോക്കണം. എത്ര പേര് കോണ്ടാക്ട് ചെയ്തു, എത്ര പേർ റിപ്ലൈ ചെയ്തു, എത്ര എൻക്വയറീസ് വന്നു, എത്ര കൊട്ടേഷൻസ് അല്ലെങ്കിൽ എത്ര പേര് ഫോളോ അപ്പ് നടത്തി, എത്ര സെയിൽസ് ക്ലോസ് ചെയ്തു. നമ്പേഴ്സ് കാണുമ്പോഴാണ് പ്രോബ്ലം എവിടെയാണ് എന്ന് മനസ്സിലാക്കുക. ലീഡ് കിട്ടാത്തതാണോ, അല്ല ഫോളോ അപ്പ് നടക്കാത്തതാണോ, പ്രൈസ് ആണോ ഒരു പ്രശ്നം, ട്രസ്റ്റ് ഇല്ലാത്തതാണോ, അല്ല
നിങ്ങൾ ആഡിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ തീരെ ചെലവാക്കാത്തതാണോ, അല്ല ഈ നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിന് വേണ്ടാത്തതാണോ, ഇതൊന്നും അല്ലാതെ ഗസ് വർക്ക് ചെയ്യുകയും വെറുതെ അനലൈസ് ചെയ്യുന്ന വ്യത്യാസം ഇതാണ്. ഓക്കെ, ഇതാണ് വ്യത്യാസം. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത് എന്തായിരുന്നു, വെറും ഗസ് ചെയ്തോണ്ടിരുന്ന ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ ഇവന്റെ വില കൂടിയതുകൊണ്ടായിരിക്കും. അതെല്ലാം ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്, സയന്റിഫിക് ആയിട്ട് റിയൽ ആയിട്ട് നിങ്ങളിവിടെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് മണിയുടെ 4 നമ്പേഴ്സ്. എന്ത്? പണം, പെട്ടിയിൽ പൈസ വേണ്ടേ? മണിയുടെ 4 നമ്പേഴ്സ്. ബിസിനസ്സിൽ എത്ര മണി ഉണ്ട് എന്നറിയാൻ ബാങ്ക് ബാലൻസ് മാത്രമല്ല നോക്കേണ്ടത്, 4 നമ്പേഴ്സ് എങ്കിലും നിങ്ങൾ എപ്പോഴും അറിയണം. ഞാൻ പലപ്പോഴും എൻ്റെ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. ഓക്കെ, കൺസൾട്ടേഷന്റെ തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്ന ചോദ്യം ആ 4 ചോദ്യങ്ങളുണ്ട്. ആ 4 ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ഉത്തരം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ബിസിനസ്സിലെ വിജയം തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ടായിരിക്കും. അതായത് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഈ മാസം സെയിൽസ് എത്ര, ഇതുവരെ എത്ര സെയിൽസ് ആയി, അതിൽ യഥാർത്ഥ പ്രോഫിറ്റ് എത്രയാണ്, മന്ത്ലി വരുന്ന ഫിക്സഡ് എക്സ്പെൻസസ് എത്രയാണ്, അടുത്ത 30 ദിവസത്തിനുള്ളിൽ കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതുമായ തുക എത്രയാണ്. ഈ 4 നമ്പേഴ്സ് ഇപ്പൊ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം അത് കണ്ടെത്തണം. അത് എപ്പോ ചോദിച്ചാലും പറയാൻ പറ്റുന്നുണ്ടാവും. സെയിൽസ് ഉണ്ടായിട്ട് ക്യാഷ് ഇല്ലാതായിരിക്കാം, ക്യാഷ് ഉണ്ടായിട്ട് പ്രോഫിറ്റ് ഇല്ലാതിരിക്കാം. അതുകൊണ്ട് ബിസിനസ് മണിയും പേഴ്സണൽ മണിയും തമ്മിൽ ഒരിക്കലും മിക്സ് ചെയ്യരുത്. ക്യാഷ് വന്നതിനനുസരിച്ച് മുഴുവൻ സ്പെൻഡ് ചെയ്യുകയും വരുത്. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്, ഇത് വെച്ച് തന്നെ പെട്രോൾ അടിക്കും, മാസം കൃത്യമായിട്ടൊരു തുക എടുക്കില്ല, ഇതിന്റെ ഈ എമൗണ്ട് വെച്ച് പെട്രോൾ അടിക്കും, ടൂറ് പോവും, ഒക്കെ ആ ചെലവ് ഈ ചെലവ് എല്ലാം കൂട്ടി കുഴച്ചൊരു എന്താ പറയുക അവിയൽ പരുവത്തിലാക്കി വയ്ക്കും. ഓക്കെ, അവിടെ നിങ്ങൾ ചെയ്യണം മണി ഡിവൈഡ് ചെയ്യാനും പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും ബിസിനസ് ഓണേഴ്സിന് ഒരു പ്രോപ്പർ സിസ്റ്റം തീർച്ചയായിട്ടും വേണം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ കോഴ്സിനകത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ആദ്യ ബിസിനസ് റീസെറ്റ് ഇപ്പോൾ തന്നെ തുടങ്ങും. ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പേപ്പർ എടുക്കുക, അതിൽ 4 ഹെഡിങ് എഴുതുക. 15 കസ്റ്റമേഴ്സ്, 5 സപ്ലയേഴ്സ്, 5 കോമ്പറ്റീറ്റേഴ്സ്, 1 സെയിൽസ് ചാനൽ. ഇതായിരിക്കട്ടെ നിങ്ങളുടെ ബിസിനസ് റീസെറ്റിന്റെ ആദ്യത്തെ പേജ്. അടുത്ത 30 ദിവസത്തേക്ക് വലിയൊരു മിറാക്കിളിന് വേണ്ടി ഒന്നും കാത്തിരിക്കേണ്ട. ഓരോ ദിവസവും ചെറിയൊരു ആക്ഷൻ എടുക്കുക. കസ്റ്റമറിനോട് സംസാരിക്കുക, സപ്ലയറിനെ കമ്പയർ ചെയ്യുക, കോമ്പറ്റീഷനെ അനലൈസ് ചെയ്യുക, സെയിൽസിനെ ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഒട്ടുമിക്ക ബിസിനസ്സും താഴ്ന്നു പോകുന്നത്. നമ്പേഴ്സ് കൃത്യമായിട്ട് എഴുതുക. നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റൂ. 30 ദിവസം കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലംസും മാറും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 30 ദിവസം നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളും കൺഫ്യൂഷനിൽ നിന്നും നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാവും. കാരണം ബിസിനസ്സിൽ കോൺഫിഡൻസ് ആദ്യം വരുന്നതല്ല, ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രമേ കോൺഫിഡൻസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ട എന്താണ്? ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വന്നു? കോൺഫിഡൻസ് വന്നു, കറേജ് വന്നു. ഇതുവരെ ഒരു പ്രോപ്പർ ഗ്രോത്ത് മാപ്പ് ഇല്ലാതെയാണ് നിങ്ങൾ യാത്ര ചെയ്തത് എന്നുള്ള ആ തെറ്റിനെ കുറിച്ച് മറന്നേക്കൂ. ഇനി നമുക്ക് ആ മാപ്പ് ഉണ്ടാക്കാം, ഇൻഫർമേഷൻ ഉപയോഗിക്കാം. ഏറ്റവും ഉപകാരപ്രദമായ AI ടൂൾ ഇന്നെല്ലാം വളരെ ഈസി ആണല്ലേ, നമ്മുടെ കൈ തുമ്പിലാണ് ഓരോ AI ടൂളുകൾ. സ്മോൾ സ്കെയിലിൽ ടെസ്റ്റ് ചെയ്യാം, നമ്പേഴ്സ് നോക്കി തീരുമാനിക്കാം. ഇപ്പത്തെല്ലാം ഒരുപാട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന വളരെ ഉപകാരപ്രദമായ AI ടൂളുകളുണ്ട്. ഞാനിപ്പോ പഠിച്ച് അത് ടെസ്റ്റ് ചെയ്ത് അതിന്റെ നമ്മുടെ കസ്റ്റമേഴ്സിന് ശ്രമിച്ച് നോക്കി എല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഒരു ആക്സിഡന്റൽ ഓൺടർപ്രണർ ആയിട്ടായിരിക്കാം നിങ്ങൾ ബിസിനസ്സിൽ തുടങ്ങിയത്, പക്ഷേ ആക്സിഡന്റൽ ഓൺടർപ്രണർ ആയി തന്നെ തുടരേണ്ട ആവശ്യമില്ല. ഇന്നു മുതൽ ഒരു പ്രൊഫഷണൽ ബിസിനസ് ഓണറായി മാറാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കുന്നു. ഓക്കെ, ബിസിനസ്സിൽ വീണ്ടും മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇനി എടുക്കാൻ പോകുന്ന ഡിസിഷൻ ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. കാരണം ഫൗണ്ടേഷൻ സ്ട്രോങ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ബിസിനസ് അടുത്ത രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് വളർത്താൻ പറ്റുള്ളൂ. ഞാൻ അതിനു വേണ്ടിയാണ് ഒരു 7-day ബിസിനസ് ഗ്രോത്ത് ബ്ലൂ പ്രിന്റ്, അതായത് അത് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതും ഒരു ഫാമിലിയുമായി ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാൻ ചെന്നാൽ പോലും വരുന്ന അത്ര തുക പോലും വരാതെ, ഓക്കെ, വളരെ തുച്ഛമായ തുക വരുന്ന രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ആ പ്രശ്നം എന്താണ്, നിങ്ങളുടെ വേദന എന്താണ് എന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നവർക്കും ബിസിനസ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തവർക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്ട്രഗിൾ ചെയ്യുന്നവർക്കും ബിസിനസ്സിന് ഫണ്ടമെന്റൽ ശരിയായ ഓർഡറിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് ഈ കോഴ്സ്. ബിസിനസിന്റെ A to Z
പ്രധാന കാര്യങ്ങൾ സിമ്പിളായി ഇതിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. കസ്റ്റമർ സെലക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, മണി മാനേജ്മെന്റ്, പീപ്പിൾ മാനേജ്മെന്റ്, മൈൻഡ് സെറ്റ് മാനേജ്മെന്റ്, സിസ്റ്റംസ്, ബിസിനസ് ഗ്രോത്ത്. ഇതിനൊപ്പം ഒരു ബിസിനസ് ഓണർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ടൂളുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാം എന്നും വിശദമായി തന്നെ ഈ കോഴ്സിൽ പറയുന്നുണ്ട്. റിസർച്ച് നടത്താൻ, കണ്ടന്റ് തയ്യാറാക്കാൻ, പ്ലാനിങ് വളരെ എളുപ്പമാക്കാൻ, സമയം സേവ് ചെയ്യാൻ, ഓക്കെ, ബിസിനസ് ഡിസിഷൻസ് വേണ്ട കൃത്യമായ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഇൻഫർമേഷൻ കണ്ടെത്താൻ, എങ്ങനെ ഉപയോഗിക്കാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാൻ കഴിയും. ഈ കോഴ്സ് നിങ്ങളുടെ ബിസിനസ്സിൽ മാജിക് കാണിക്കുമെന്നോ ഒറ്റ ദിവസം കൊണ്ടെല്ലാം തലകീഴായി മറിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇനി എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അത് 365 ദിവസത്തെ അക്സസോടുകൂടി. നിങ്ങൾ ബിസിനസ്സിൽ ഇതിനകം തന്നെ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇനിയും ഒരു ട്രയൽ ആൻഡ് എറർ വഴി വീണ്ടും വീണ്ടും പണവും സമയം നഷ്ടപ്പെടുത്തുക എന്നതിന് ആവശ്യമില്ല. അത് നമുക്ക് പറ്റുമില്ല. അതിനു മുമ്പ് നല്ല ഫൗണ്ടേഷൻ ശരിയാക്കുക. ഇതിന്റെ കോഴ്സിന് ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് ആയിട്ടുള്ള കമന്റിലും നൽകിയിരിക്കുന്നു. ആ ലിങ്ക് ഉപയോഗിച്ച് ഈ 7-day ബിസിനസ് ഗ്രോത്ത് ബ്ലൂ പ്രിന്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഹാർഡ് വർക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഹാർഡ് വർക്കിന് ശരിയായ ഡയറക്ഷനും ക്ലാരിറ്റിയും കൂടി വേണം. ഇനി ഗസ്റ്റ് ചെയ്ത് ബിസിനസ് നടത്തേണ്ട, അത് നിർത്തിക്കളയൂ. ഗസ്റ്റ് ചെയ്തിട്ടുള്ള പണിയുണ്ടല്ലോ, ആ ബിസിനസ് നിങ്ങൾ നിർത്തിക്കളയൂ. പഠിക്കുക, നല്ല രീതിയിൽ ബിസിനസ്സിനെ അനലൈസ് ചെയ്യുക, സ്മോൾ സ്കെയിലിൽ ടെസ്റ്റ് ചെയ്യുക, നമ്പേഴ്സ് നോക്കുക. അതിനുശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ വളരാൻ തുടങ്ങും. ആ വളർച്ച നിങ്ങൾ ആസ്വദിക്കുക. ഞാൻ കല്യാൺ ചെയ്യും ബിസിനസ് ഓണേഴ്സിനെ കൺഫ്യൂഷനിൽ നിന്ന് ക്ലാരിറ്റിയിലേക്കും ഓണർ ഡിപ്പെൻഡന്റ് ബിസിനസ്സിൽ നിന്നും സിസ്റ്റം ഡ്രിവൻ ബിസിനസ്സിലേക്കും കൊണ്ടുവരാനാണ് ഞാൻ സഹായിക്കുന്നത്. ഈ 7-day ബിസിനസ് ഗ്രോത്ത് ബ്ലൂ പ്രിന്റിൽ നമുക്ക് കാണാം.